മൈസൂർ കൊട്ടാരം കർണാടകത്തിലെ മൈസൂരുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാലസ് ആണ് മൈസൂർ പാലസ്. ഇതിന് ലോക്കലായി അറിയപ്പെടുന്ന അംബാവിലാസ് പാലസ് എന്നാണ്. മൈസൂർ ഭരിച്ചിരുന്ന വാഡിയർ രാജവംശത്തിന്റെ ഔദ്യോഗിക വസ്തുതയായിരുന്നു ഈ കൊട്ടാരം. മൈസൂർ കൊട്ടാരങ്ങളുടെ നഗരം എന്നാണ് മൈസൂർ അറിയുന്നത്. മൈസൂരിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പാലസ് ആണിത്. വാഡിയർ രാജകുമാർ 14-ാം നൂറ്റാണ്ടിലാണ് ഈ കൊട്ടാരം നിർമ്മിക്കപ്പെട്ടത്. എന്നാൽ ഇത് പിൽക്കാലത്ത് പലവട്ടം തകർക്കപ്പെടുകയും വീണ്ടും നിർമ്മിക്കപ്പെടുകയും അങ്ങനെ നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിൽ ഈ കൊട്ടാരം നിർമ്മിച്ചത് 1897-ലാണ് ഇതിന്റെ പണി ആരംഭിച്ചത്. 1912 ഇതിന്റെ പണി പൂർത്തിയാകും. 40-കളിൽ ഈ കൊട്ടാരം വീണ്ടും ഒന്ന് വിസ്തൃതമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മൈസൂർ പാലസ് ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഒന്നാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് മൈസൂർ പാലസ് ദിവസവും സന്ദർശിക്കുന്നത്. ഇതിന് എൻട്രി ഫീസ് 100 രൂപയാണ്. വിദേശ ടൂറിസ്റ്റുകളിൽ നിന്ന് 200 രൂപ ഈടാക്കുന്നുണ്ട്. കൊട്ടാരത്തിനകത്ത് പാദരക്ഷകൾ അനുവദിക്കുന്നില്ല. ഇൻഡോ സാർസനിക് എന്നറിയപ്പെടുന്ന വാസ്തുശൈലിയാണ് മൈസൂർ കൊട്ടാരത്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻഡോ സാർസനിക് എന്ന് പറഞ്ഞാൽ ഹിന്ദു, രജപുത്ര, ഗോതിക്, ഇസ്ലാം വാസ്തുവിദ്യകളുടെ ഒരു സങ്കര രൂപമാണ്. മാർബിൾ തീർത്ത 3 നില മന്ദിരമാണ് ഈ കൊട്ടാരം. വലിയൊരു ഉദ്യാനം ഉണ്ട് ഈ കൊട്ടാരത്തിന് ചുറ്റും. എല്ലാ വർഷവും മൈസൂർ ദസറ ഉത്സവത്തിന്റെ പ്രധാന വേദി മൈസൂർ കൊട്ടാരമാണ്. മൈസൂർ കൊട്ടാരം അംബാവിലാസ് പാലസ് എന്ന് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു. ഇതൊരു ചരിത്ര കൊട്ടാരവും രാജകീയ പാലസുമാണ്. ഇത് ഇന്ത്യയിലെ കർണാടകത്തിലെ മൈസൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. വാഡിയർ രാജവംശത്തിന്റെ ഔദ്യോഗിക വസ്തുവും മൈസൂർ രാജ്യത്തിന്റെ ആസ്ഥാനവുമാണിത്. മൈസൂരിന്റെ ഏകദേശം മധ്യഭാഗത്താണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കോട്ട് ചാമുണ്ഡി മലനിരകൾക്ക് അഭിമുഖത്തിലാണ് ഈ പാലസ് സ്ഥിതി ചെയ്യുന്നത്. മൈസൂരിനെ പൊതുവെ കൊട്ടാരങ്ങളുടെ നഗരം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇതിലുൾപ്പെടെ 7 കൊട്ടാരങ്ങളുണ്ട് മൈസൂരിൽ. ഈ കൊട്ടാരത്തിന്റെ ചരിത്രം ഇങ്ങനെയാണ്. 1896-ൽ ചാമരാജ വോഡിയാരുടെ മൂത്ത മകൾ ജയലക്ഷ്മി മണിയുടെ കല്യാണ സമയത്ത് പഴയ കൊട്ടാരം അല്ലെങ്കിൽ മരക്കൊട്ടാരം പൂർണ്ണമായും കത്തി നശിക്കുകയും മഹാരാജ കൃഷ്ണരാജ വോഡയാർ എന്നാണ് അദ്ദേഹത്തിന്റെ അമ്മ മഹാറാണി ഈ പുതിയ കൊട്ടാരം നിർമ്മിക്കാൻ ബ്രിട്ടീഷ് എഞ്ചിനീയറായ ഹെൻറി യുറോനെ ചുമതലപ്പെടുത്തി. അദ്ദേഹം 1912-ൽ ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കി. അന്നത്തെ നിർമ്മാണ ചെലവ് ഏകദേശം 4,14,00,000 രൂപയ്ക്ക് അടുത്തായിട്ടുണ്ട്. ഓരോ വർഷവും 50 ലക്ഷത്തിലധികം ആളുകളാണ് ഈ കൊട്ടാരം സന്ദർശിക്കുന്നത്. താജ്മഹലിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ചരിത്ര സ്മാരകമാണ് മൈസൂർ പാലസ്. രാജാവ് തന്നെ വേട്ടക്കിറങ്ങി കൊലപ്പെടുത്തിയ 2 കൊമ്പനാനകളുടെ തലകൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അത് കേടാവാതെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. കെമിക്കൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് സ്റ്റഫ് ചെയ്താണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഇതാണ് കല്യാണ മണ്ഡപം. മൈസൂർ കൊട്ടാരത്തിലെ ഏറ്റവും മനോഹരമായ ഹാളാണ്. മൈസൂർ കൊട്ടാരത്തിലെ രാജകുടുംബങ്ങളുടെ കല്യാണ ആവശ്യങ്ങളും മറ്റ് ജന്മദിന ആഘോഷങ്ങളും മറ്റ് ആവശ്യങ്ങളും എല്ലാം നടക്കുന്നത് ഇവിടെ വെച്ചാണ്. ഇതൊരു ഒക്ടാങ്കിൾ ഷേപ്പിലുള്ള ഒരു മനോഹരമായ ഹാളാണ്. 8 വർഷങ്ങളോടുകൂടി മനോഹരമായി നിർമ്മിക്കപ്പെട്ട ഒരു ഹാളാണിത്. അതുകൂടാതെ ബെൽജിയത്തിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഒരുപാട് ഗ്ലാസുകളും ലൈറ്റ്സുകളും ഉണ്ട്.
കല്യാണ മണ്ഡപത്തിലെ കാഴ്ചകളും പെയിന്റിങ്ങും എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു മനോഹരമായ ഹാളാണിത്. പോർട്രേറ്റ് ഗാലറി. രാജകുടുംബത്തിന് വിലയേറിയ പെയിന്റിങ്ങുകളുടെയും ഒരുപാട് മനോഹരമായ ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മൈസൂർ ഭരിച്ചിരുന്ന വോഡയർ രാജവംശത്തിന്റെ പ്രമുഖ രാജാക്കന്മാരുടെയും രാജ്ഞിയുടെയും മറ്റു പ്രമുഖ വ്യക്തികളുടെയും ചിത്രങ്ങളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ലോകപ്രസിദ്ധ ചിത്രകാരനായ രാജാ രവിവർമ്മയുടെ 2 അമൂല്യ ചിത്രങ്ങൾ ഈ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. കൃഷ്ണരാജ വോഡയാർ 4ാമൻ്റെ കുട്ടിക്കാല ചിത്രമാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. തൊട്ടടുത്ത മുറിയിൽ പ്രവേശിക്കുമ്പോൾ ചന്ദനമരത്തിൽ തീർത്ത നിരവധി പെട്ടികൾ നമുക്ക് കാണാൻ സാധിക്കും. വോഡയർ രാജവംശത്തിന്റെ രാജാക്കന്മാർക്ക് ക്ഷണക്കത്തുകളും സമ്മാനങ്ങളും മറ്റു പാരിതോഷികളും നൽകിയിരുന്ന ഈ ചന്ദനമരത്തിൽ തീർത്ത പെട്ടികളായിരുന്നു. അതുകൊണ്ടാണ് ചന്ദനമരത്തിൽ തീർത്ത പെട്ടികളുടെ ഒരു ഗംഭീര കളക്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ കാണുന്ന കൊട്ടാരത്തിൻ്റെ നടുമുറ്റമാണ്. ഈ മുറ്റത്ത് ധാരാളം ഗുസ്തി മത്സരങ്ങൾ നടത്തിയിരുന്നു. വോഡയർ രാജവംശത്തിൻ്റെ രാജാക്കന്മാർക്ക് ഗുസ്തിയോടും മറ്റും വളരെ കമ്പമായിരുന്നു. ദസറ ആഘോഷത്തിൻ്റെ ഭാഗമായി ഇവിടെ ഗുസ്തി മത്സരങ്ങൾ നടത്തിയിരുന്നു. ഗോദയിൽ പങ്കെടുക്കാനായി മൈസൂരിൻ്റെ സമീപ പ്രദേശത്തുള്ള ധാരാളം ഗുസ്തി താരങ്ങൾ എത്തിയിരുന്നു. അവർ ഇവിടെ നിന്ന് ഒരുപാട് സമ്മാനങ്ങളും പാരിതോഷികങ്ങളും മേടിക്കുമായിരുന്നു. കർണാടകത്തിൻ്റെ സംസ്ഥാന ഉത്സവമായ ദസറ കാലത്ത് ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന അമ്പാരി അത് ഈ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതായത് കേരളീയർ ഓണം ആഘോഷിക്കുന്നത് പോലെയാണ് കർണാടക സംസ്ഥാനത്തിലെ ജനങ്ങൾ ദസറ ആഘോഷിക്കുന്നത്. ഏകദേശം 10 ദിവസത്തെ ആഘോഷമാണ്. ചാമുണ്ടേശ്വരി മഹിഷാസുരന് എന്ന കിരാതനെ വധിച്ചതിൻ്റെ ഓർമ്മയ്ക്കാണ് ഇവിടുത്തെ ജനങ്ങൾ ദസറ ആഘോഷിക്കുന്നത്. ഈ കാണുന്നതാണ് മൈസൂർ കൊട്ടാരത്തിലെ ഏറ്റവും പ്രധാന ആകർഷണങ്ങളൊന്നായ അമ്പാരി. ഇതിൻ്റെ ഏകദേശ ഭാരം 750 കിലോഗ്രാമാണ്. ഇത് 80 കിലോഗ്രാം വരുന്ന സ്വർണ്ണ തവിട് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്.
മൈസൂർ കൊട്ടാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹാളാണ് ദസറ ഹാൾ. ഈ കാണുന്നതാണ് ദസറ ഹാൾ. ലോകപ്രശസ്ത ചിത്രകാരനായ രാജ രവിവർമ്മയുടെ 2 ചിത്രങ്ങൾ ഈ കൊട്ടാരത്തിലുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിലൊരു ചിത്രം സീതാ സ്വയംവരം ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങോട്ട് ആർക്കും പ്രവേശനമില്ല. ഈ കൊട്ടാരത്തിലെ പ്രധാനപ്പെട്ട ഹാളിലേക്കൊന്നും ടൂറിസ്റ്റുകൾക്കോ സന്ദർശകർക്കോ പ്രവേശനമില്ല. അത് പുറത്തുനിന്ന് കാണാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മളങ്ങനെ ദസറ ഹാളിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ എത്തിയിരിക്കുന്ന പബ്ലിക് ദർബാർ ഹാളിലാണ്. രാജാക്കന്മാർ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു വലിയ ഹാളാണിത്. ഇവിടുത്തെ പൊതുചടങ്ങുകളും മറ്റു പരിപാടികളൊക്കെ നടക്കുന്നത് ഇവിടെ വെച്ചാണ്. ഇവിടുത്തെ സീലിങ്ങുകളുടെ പെയിന്റിങ്ങുകളൊക്കെ അതിഗംഭീരമാണ്. ഈ ഹാളാണ് ദർബാർ ഹാൾ അഥവാ അംബാവിലാസ്. രാജാക്കന്മാർ അവരുടെ സ്വകാര്യ സദസ്സിനായി ഉപയോഗിച്ചിരുന്ന മനോഹരമായ ഹാളാണിത്. സ്വർണ്ണമയമാണ്, സ്വർണ്ണത്തിൽ തീർത്തതാണ്. മനോഹരമായ ഹാൾ. ഈ ഹാളിൽ വെച്ചാണ് രാജാവും തന്റെ മന്ത്രിമാരും മറ്റ് വിശിഷ്ട വ്യക്തികളുമായി മീറ്റിംഗുകൾ നടത്താറുള്ളത്. ഈ മൈസൂർ കൊട്ടാരത്തിൽ 12 ക്ഷേത്രങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പഴക്കം ചെന്നത് 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. ഏറ്റവും പുതിയത് 1953 നിർമ്മിച്ചതാണ്. ഇതിൽ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ഒരു സോമേശ്വര ക്ഷേത്രം, ഒരു ശിവക്ഷേത്രമാണിത്. പിന്നെ ലക്ഷ്മി നാരായണ ക്ഷേത്രം. ഈ മൈസൂർ പാലസ് കർണാടക സർക്കാരിന്റെ നിയന്ത്രണത്തിൽ ഇപ്പോൾ. പക്ഷെ അതേസമയം മൈസൂർ രാജാവിൻ്റെ രാജകിരിപ്പിടം എന്ന പദവി അവർ നിലനിർത്തുന്നുണ്ട്. സുവനീറുകളും ആഭരണങ്ങളും രാജകീയ വസ്ത്രങ്ങളും പെയിന്റിങ്ങും എന്നിവ ഉൾപ്പെടെ ഓടയർമാരുടെ വിലപിടിപ്പുള്ള വിവിധ സ്വത്തുകൾ ഈ മഹത്തായ മന്ദിരം സംരക്ഷിക്കുന്നു. കൊട്ടാരം പൊതുജനങ്ങൾക്കായി തുറന്നിട്ടുണ്ടെങ്കിലും പഴയ രാജകുടുംബം അതിൻ്റെ ഒരു ഭാഗത്ത് താമസിക്കുന്നുണ്ട്. ചുവരുകളുള്ള സമുച്ചയത്തിനുള്ളിൽ ഒരു മ്യൂസിയമുണ്ട്. റെസിഡൻഷ്യൽ മ്യൂസിയം എന്ന് വിളിക്കപ്പെടുന്നു. അതിൽ ചില താമസ സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്നു. മൈസൂരിൽ സന്ദർശിക്കുന്ന ഏറ്റവും മികച്ച ചരിത്ര സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ കൊട്ടാരം. മൈസൂർ പാലസ് ഒരു ദൃശ്യ അനുഭവം തന്നെയാണ്. അതിൻ്റെ നിർമ്മാണം നിങ്ങളെ അതിശയിപ്പിക്കും. ഇവിടെ വരുന്ന സന്ദർശകർക്കായി നിരവധി സൗകര്യങ്ങൾ മൈസൂർ കൊട്ടാരം സജ്ജീകരിച്ചിട്ടുണ്ട്. സൗജന്യ വീൽ ചെയർ ഉണ്ട്. പിന്നെ പാദരക്ഷകർക്കായിട്ടുള്ള ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ട്. നല്ല ടോയ്ലറ്റ് സൗകര്യമുണ്ട്. നല്ല കുടിവെള്ള ഫെസിലിറ്റീസ് ഉണ്ട്. പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട്. ധാരാളം റെസ്റ്റോറൻറ്റുകൾ ഇവിടെ കാണാൻ സാധിക്കും. മൈസൂർ പാലസ് വിസിറ്റ് ചെയ്യാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് ഒക്ടോബർ തൊട്ട് ഫെബ്രുവരി കാലയളവിലാണ്. ദസറ ആഘോഷവേളയിൽ മൈസൂർ കൊട്ടാരത്തിൻ്റെ ലൈറ്റിംഗ് ഷോ അതിഗംഭീരമാണ്.
മൈസൂർ കൊട്ടാരത്തിനും പരിസരത്തും കാണേണ്ട നിരവധി മനോഹരമായ കാഴ്ചകളുണ്ട്. അവ ഓരോന്നും മൈസൂർ രാജ്യത്തിൻ്റെ സമ്പത്തും ഭൗത്യവും വർദ്ധിപ്പിക്കുന്നു. മൈസൂർ പാലസ് ഇന്ത്യയിൽ കാണേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊന്നാണ്. അവിടെ കാണേണ്ട പ്രധാനപ്പെട്ട കാഴ്ചകൾ ഇതൊക്കെയാണ്. അവിടെ പാവകളുടെ ശേഖരമായ ഒരു ഗോംബെ തൊട്ടി അല്ലെങ്കിൽ ഗോൾഡൻ പവലിയൻ ഉണ്ട്. അതുകൂടാതെ 85 കിലോഗ്രാം സ്വർണ്ണം കൊണ്ട് നിർമ്മിച്ച മഹാരാജാവിൻ്റെ ഒരു ആനയിരിപ്പിടമായ ഗോൾഡൻ ഹൗഡ, ഒരു അതിമനോഹരമായ ഒരു കല്യാണ മണ്ഡപം, പിന്നെ മനോഹരമായൊരു പബ്ലിക് ദർബാർ, മഹാരാജാക്കന്മാർ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നൊരു വലിയ ഹാളാണ്. അതുകൂടാതെ അംബാവിലാസം, മഹാരാജാക്കന്മാരുടെ സ്വകാര്യ സദസ്സിന് ഉപയോഗിച്ചിരുന്ന മനോഹരമായൊരു ഹാള്. അതുകൂടാതെ എലിഫന്റ് ഗേറ്റ് ഒരു പ്രധാന കവാടമാണ്. ദസറ ഘോഷയാത്രയുടെ ചിത്രങ്ങൾ ഈ കൊട്ടാരത്തിനകത്തുണ്ട്. പോർട്രേറ്റ് ഗാലറി ഉണ്ട്. രാജകുടുംബത്തിന് വിലയേറിയ പെയിൻറ്റിങ്ങുകളും ഫോട്ടോഗ്രാഫുകളുടെ ഒരു ശേഖരമുണ്ട്. രാജകീയ ശേഖരങ്ങൾ അടങ്ങിയ ഒരു കാസ്കറ്റ് റൂമുണ്ട്. പിന്നെ മനോഹരമായിട്ടൊരു ഗുസ്തിമുറ്റം. പിന്നെ കൊട്ടാരത്തിനകത്തും അതിൻ്റെ ഉള്ളിലുമായിട്ട് നിരവധി ക്ഷേത്രങ്ങൾ. ഇംഗ്ലീഷ് എഞ്ചിനീയറായ ഹെൻറി ഇർവിനാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ഒരു ഇൻഡോ സാർസനിക് വാസ്തുവിദ്യയുടെ രൂപത്തിലാണ് ഇത് നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. ഇസ്ലാമിക് രജപുത്ര ഗോതിക് വാസ്തുവിദ്യ ശൈലികളാൽ ഇതിൻ്റെ നിർമ്മാണം. 245 അടി നീളവും 156 അടി വീതിയുമുള്ള 3 നിലകളുള്ള ഗ്രാനൈറ്റിൽ നിർമ്മിച്ച ചതുരാകൃതിയിൽ ഗോപുരങ്ങളുള്ള 5 നിലയുടെ ഉയരമുണ്ട്. പിന്നെ പിങ്ക് താഴികക്കുടമുണ്ട്. ഇങ്ങനെയാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. മുൻവശത്തെ കമാനങ്ങളും മേലാപ്പുകളും ബോ വിൻഡോകളൊക്കെ ഉണ്ട്. ഈ കൊട്ടാരത്തിന് 4 പ്രധാനപ്പെട്ട എൻട്രികളുണ്ട്. കിഴക്കോട്ടുള്ളതാണ് പ്രധാനപ്പെട്ട എൻട്രി. ഇത് ജയ് മാർത്താണ്ഡ, പടിഞ്ഞാറ് വരാഹ, പിന്നെ വടക്കോട്ടൻ എൻട്രി ജയ് രാമ, തെക്ക് ബലരാമൻ. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട എൻട്രി പോയിന്റുകളുണ്ട് ഈ കൊട്ടാരത്തിന്. ഇതിന് മറ്റൊരു പ്രത്യേകത ദസറ ആഘോഷവേളകളിൽ പാവകളെ പ്രദർശിപ്പിക്കുന്നതിനും ആരാധിക്കുന്നതിനുമുള്ള സ്ഥലമായിരുന്നു ഡോൾസ് പവലിയൻ എന്നും അറിയപ്പെടുന്നു. ഇതിന് ഗോംബെ തൊട്ടി എന്ന് മറ്റൊരു പേരുമുണ്ട്.